ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തതായ ത്രിയേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഒക്കെ ഉണ്ടാകുമാറാകട്ടെ. അൽഫയും ഒമേഗയുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഈ ആഴ്ചയുടെ അവസാനത്തെ സന്ധിയെങ്കിൽ പതിവ് പോലെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചല്ലോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല ജാതി മതസ്ഥർ വളരെ ഉത്സവത്തിമിർപ്പിലായിരിക്കുന്ന ഒരു കാലമാണിത്. ക്രിസ്ത്യാനികൾക്ക് ഈസ്റ്റർ വരുന്നു, മുസ്ലിം സമുദായക്കാർക്ക് അവരുടെ വിലപ്പെട്ട നൊയമ്പ് കാലം, ഇവിടെ ഇന്ത്യയിൽ ഹോളി. ഇങ്ങനെ വിവിധ സമുദായങ്ങളിലും ഏതാണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ ഉത്സവ പ്രതീതിയിൽ ഉത്സവത്തിമിർപ്പിൽ ജനങ്ങളായിരിക്കുന്നു. എന്നാൽ കേഴുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ JC റൈലിന്റെ ഒരു ഉദ്ധരണി നമ്മുടെയും ഗ്രൂപ്പിൽ ഇട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരേ സമയം തന്നെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിലെ സമാധാനം അനുഭവിക്കുന്നവരും, അപ്പോൾ തന്നെ ഹൃദയത്തിൽ ഏറ്റവും വലിയ യുദ്ധം നേരിടുന്നവരും, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ ജനതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ അന്ന് ആ ഗ്രൂപ്പിൽ ഇട്ടിരുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ വിട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, അതോ ഇല്ലയോ? സ്തോത്രം. ഒരു ഭാഗത്ത് ദൈവമക്കൾക്ക് ഏറെ സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. വളരെ ആഴത്തിലുള്ള സമാധാനം. അപ്പോൾ തന്നെ മറുഭാഗത്ത് ഒരു യുദ്ധഭൂമിയാണ് ഒരു ഭക്തന്റെ ഹൃദയം എന്ന് പറയുന്നത്. സ്തോത്രം. A true Christian is one who has not only peace of conscience but war within. He may be known by his warfare as well as by his peace. സ്തോത്രം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് അന്തരംഗത്തിൽ ഉള്ള സമാധാനം മാത്രമല്ല, വലിയ യുദ്ധസേവ, ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന അനുഭവവും കൂടെയുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഒരേ സമയം തന്നെ സമാധാനം കടലുപോലെ അനുഭവിക്കാം, അതുപോലെ തന്നെ വലിയ യുദ്ധം തിരമാല കണക്കെ ഉള്ളിലുണ്ട്. ഇത് രണ്ടും അനുഭവിക്കുന്നവരാണോ നാം? ഉണ്ടാകാറുണ്ടോ ഇത്? സ്തോത്രം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്കുണ്ടത്. ഒരു ദിവ്യമായ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കും. അപ്പോൾ തന്നെ നിരന്തരമായ യുദ്ധസേവയും നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. സ്തോത്രം. പറഞ്ഞു വന്നതിന്റെ സാരം, ലോകമൊക്കെ ഉത്സവത്തിമിർപ്പിലായിരിക്കുമ്പോഴും
ആ ഉത്സവം കഴിയുന്നതോടുകൂടെ അവരുടെ സകല ഉത്സാഹവും നഷ്ടപ്പെടും, പോക്കറ്റ് കാലിയാകും, പിന്നെ ഭയങ്കര നിരാശയാ. സ്തോത്രം. നമ്മുടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ രീതി അനുസരിച്ച് പല ഉത്സവങ്ങളുണ്ട്. ഈ എല്ലാ ഉത്സവങ്ങൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും പുതിയ തുണിയും പുതിയ ചെരുപ്പും ഒക്കെ വേണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിൽ 5-6 ഉത്സവങ്ങളെങ്കിലും അങ്ങനെയുള്ളതുണ്ട്. തുണി മേടിച്ച് തന്നെ അവന്റെ ഒരു കൊല്ലത്തെ മുഴുവൻ സമ്പാദ്യവും തീരും. പടക്കം പൊട്ടിച്ച് കളയും, ഭക്ഷണം കഴിച്ച് തീർക്കും, ഇങ്ങനെ എന്തല്ല. അത് തീരുന്നതോടുകൂടെ നിരാശ, കടബാധ്യത. എന്നാൽ ഒരു ദൈവ പൈതലിനോ, ഇവർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ദിവസം ഉണ്ടാകുന്ന ആനന്ദത്തെക്കാൾ എത്രയോ മടങ്ങ് വലിയ സന്തോഷ സമൃദ്ധിയാണ് ദൈവം തൻ്റെ ജനത്തിന് എല്ലാ കാലത്തും നൽകുന്നത്, പൗർണമാസിയിലും അമാവാസിയിലും. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ചുള്ള ഉത്സവങ്ങളൊന്നും ആചരിക്കാത്തത്. ഇന്ന് വ്യത്യാസമൊക്കെ വന്നു തുടങ്ങി. നമ്മൾ സിനിമയ്ക്ക് പോകാത്തതും നാടകത്തിന് പോകാത്തതും കോമഡി ഉത്സവത്തിന് പോകാത്തതും ഒക്കെ ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അതിൽ വേറെ പാപത്തിന്റെ വശങ്ങളുണ്ട്. എന്നാൽ ഇനി അതൊന്നും ഇല്ലെന്ന് വെച്ചാൽ പോലും നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ഇല്ലാതെ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആ സന്തോഷം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ, ആ സമാധാനം മഴ പോലെ നമ്മുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങുന്നുണ്ടെങ്കിൽ, നമുക്ക് പിന്നെ നേരം പോക്കിന്, ടൈം പാസിന് വേണ്ടി, എന്റർടൈൻമെന്റിന്, വിനോദത്തിന് വേണ്ടി വേറെ ഒന്നിൻ്റെയും ആവശ്യം ഇല്ല. വിശക്കുന്നെങ്കിൽ ഭക്ഷണം കഴിക്കും, ശരീരത്തിന്റെ വ്യായാമത്തിനുമൊക്കെ ചിലപ്പോൾ ഇറങ്ങി നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്നല്ലാതെ സന്തോഷത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ഒന്നും ഒരു യഥാർത്ഥ ദൈവ പൈതലിന് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ആ വലിയ സന്തോഷ സമൃദ്ധിയിൽ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാം ചിന്തിച്ചു വരുന്ന വേദഭാഗത്തേക്ക് വരുന്നു. നമ്മുടെ കർത്താവായ യേശു 7 സഭകൾക്ക് യോഹന്നാനിലൂടെ ദൂത് കൊടുക്കുമ്പോൾ യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിച്ച് കാണിച്ചു കൊടുത്ത ദർശനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് 4-ാമത്തെ അധ്യായത്തിലാണ്, വെളിപ്പാട് പുസ്തകം. അവിടെയാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ നമ്മൾ കണ്ടത് 25 സിംഹാസനങ്ങളെ കുറിച്ച്. അതിൽ ഒരു സിംഹാസനം നടുക്കും, ബാക്കി 24 ചുറ്റിലും. 25 എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും പ്രയാസപ്പെട്ട് കാണും അല്ലേ? നടുവിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം. വെളിപ്പാട് 22 അടിസ്ഥാനത്തിൽ നമ്മൾ വായിച്ചായിരുന്നു, കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനം. ചുറ്റിനും 24 സിംഹാസനങ്ങൾ. സ്വർഗത്തിലേക്ക് ഇനി ചെല്ലുകയാണെങ്കിൽ 24 ആയിരിക്കില്ല കേട്ടോ, സ്തോത്രം, ധാരാളം ഉണ്ടാവും. എന്നാൽ യോഹന്നാൻ അവിടെ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് താൻ കണ്ട
കാര്യമാത്ര പ്രസക്തമായി നമ്മളെ പഠിപ്പിക്കുവാൻ കർത്താവ് കാണിച്ചു കൊടുത്ത ഈ 24 സിംഹാസനങ്ങളാണ്. നമ്മളതിൽ കണ്ടു, നാമും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും. കർത്താവ് നമുക്ക് പ്രതിഫലങ്ങൾ തരും. സ്തോത്രം. അത് സിംഹാസനങ്ങളാകാം, കിരീടങ്ങളാകാം. എന്നാൽ അവയും ധരിച്ചുകൊണ്ട് നാം ഇങ്ങനെ അവിടെ ഇരുന്നരുളുകയില്ല. അവിടെ നാം എത്തിക്കഴിഞ്ഞ് സിംഹാസനവും കിരീടവും ഒന്നും നമുക്ക് ഒട്ടും വിലപ്പെട്ടതായി തോന്നുകയുമില്ല. ഇപ്പോൾ നമ്മൾ സിംഹാസനം കിട്ടും, കിരീടം കിട്ടും, അതും പൊൻകിരീടം കിട്ടും എന്നൊക്കെ ഉള്ളതിൽ ഏറെ സന്തോഷിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിലൊന്നും ഒട്ടുമേ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അവിടെ നാം എത്തിയാൽ ഭക്തൻ പാടിയതുപോലെ അങ്ങ് ചെന്ന് ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, അല്ലേ? സ്തോത്രം. അങ്ങനെ അവിടെ നാം എത്തിച്ചേരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രതിഫലങ്ങൾ ലഭിച്ചാലും അതിലൊന്നിലും നാം സന്തോഷിക്കില്ല. സ്തോത്രം. പകരം നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അവിടെ ഇരിക്കുന്ന ദൈവത്തിലും അവന്റെ കുഞ്ഞാടിലുമായിരിക്കും. മറ്റൊന്നിലും നാം ശ്രദ്ധിക്കില്ല. സ്തോത്രം. വേറെ ഒന്നും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, സഭാംഗങ്ങൾ, നമ്മളൊക്കെ കാണുവാൻ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്ന യോഹന്നാനും പത്രോസും പൗലോസും ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ, സ്തോത്രം, അവരൊക്കെ അവിടെ ഉണ്ടാവുമെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ഇവരെ ആരെയും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, അങ്ങ് ചെന്ന് പൗലോസിനെ കാണുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. കല്യാണം കഴിച്ചതായിരുന്നോ? ഡിവോഴ്സ് ആയായിരുന്നോ? അതോ ഭാര്യ മരിച്ചു പോയതാണോ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പൗലോസിന്റെ കാല് വളഞ്ഞിരിക്കുകയാണോ? 5 അടി മാത്രമേ പൊക്കമുള്ളോ? കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പൗലോസിനെ കുറിച്ച് നമ്മളിപ്പോ കേൾക്കുന്നതൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതൊക്കെ അവിടെ ചെന്നിട്ട് കൺഫേം ചെയ്യാന്നും പറഞ്ഞിരിക്കുക. എപ്പോഴും ഒന്നും ചെയ്യത്തില്ല കേട്ടോ, ഒന്നും ചെയ്യത്തില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സേ, ചിന്തയെ, ആഗ്രഹമേ മാറും. ഇതൊക്കെ നമ്മൾ ഇവിടെ വെച്ച് സംഗതികൾ ചെയ്യുന്നത്. സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ ഏക ആഗ്രഹം, ഏക ആകർഷണം നമ്മുടെ കർത്താവ. സർവാംഗ സുന്ദരനായി, വർണ്ണിപ്പാൻ കഴിയാത്ത തേജസ്സോടെ, വിവരിപ്പാൻ കഴിയാത്ത മഹത്വത്തോടെ അക്ഷരീയമായി നമ്മുടെ മുൻപിൽ നമ്മുടെ കർത്താവിനെ കാണുമ്പോൾ വേറെ എന്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്? കിരീടം ആർക്കെങ്കിലും കൊടുത്തു, സിംഹാസനത്തിൽ ആരെങ്കിലും കയറിയിരുന്നോട്ടെ, സ്തോത്രം, ഞാൻ നിന്റെ പാദങ്ങളിൽ ഒന്ന് വീണ് കിടന്നോട്ടെ. സ്തോത്രം. അതുകൊണ്ടാണ് 24 മൂപ്പന്മാർ ആ കാര്യം ചെയ്യുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവന് സ്വർഗത്തിലെ ജീവികൾ മഹത്വം കൊടുക്കുമ്പോഴൊക്കെ അവർ സിംഹാസനങ്ങളിൽ നിന്നും ഇറങ്ങി അവന്റെ മുമ്പാകെ വീണ് കിടക്കും, തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ പാദത്തിൽ സമർപ്പിക്കും.
പ്രൈസ് ഗാഡ്. ആ പ്രത്യേകമായ ആത്മീയ അനുഭവം ഇപ്പോഴേ നമ്മുടെ മനസ്സുകളിൽ പതിയട്ടെ. സ്തോത്രം. ഇപ്പോഴേ നാം അതിനു വേണ്ടി തയ്യാറെടുക്കട്ടെ, പരിശീലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ ഏറ്റവും വലിയ വിഷയം, ആകർഷണം നമ്മുടെ ദൈവമാണ്. സ്തോത്രം. ഇപ്പോൾ തന്നെ നമുക്കത് അനുഭവിപ്പാനായി ഇടയായി തീരട്ടെ. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ഇനിയും അവശേഷിക്കുന്നുവോ, വേണമോ? ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. പക്ഷേ ഈ 5 കിരീടങ്ങളും ഒന്നിച്ച് കിട്ടാനുള്ള സാധ്യത ദേവദാസന്മാർക്ക് മാത്രമല്ലേ ഉള്ളൂ? അതുപോലെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ദേവദാസന്മാർക്ക്. അങ്ങനെ പറയുവാനുള്ള കാരണം, ഇന്നലെ തേജസ്സിന്റെ കിരീടത്തെ പറ്റി 1 പത്രോസ് 5:4 നിന്നും നമ്മൾ കണ്ടിരുന്നു. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ മൂപ്പന്മാർക്ക് ലഭിക്കും എന്ന് മൂപ്പന്മാരോട് പത്രോസ് പറയുന്ന ഒരു പ്രയോഗമാണ്. അതൊരു ഉപദേശമായിട്ട് നമുക്ക് സ്വീകരിക്കേണ്ടതില്ല. മൂപ്പന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് മാത്രമല്ല ദൈവസഭയെ പാലിക്കുന്നത്. ദൈവസഭയിൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായി ഒരാൾ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഒരു ശരീരവും ശരീരത്തിലെ വിവിധ അവയവങ്ങളും എന്നതുപോലെ ദൈവസഭയുടെ ശുശ്രൂഷയിൽ അനേകർ ഒരേ സമയം പങ്കാളികളാണ്. എൻ്റെ ഒരാളിൻ്റെ ശുശ്രൂഷ മാത്രം ഈവൻ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ പോലും പര്യാപ്തമല്ല. അതിന് മറ്റ് പലരുടെ ശുശ്രൂഷകൾ ആവശ്യമുണ്ട്. അങ്ങനെ ദൈവസഭയുടെ വളർച്ചയ്ക്ക്, വിശുദ്ധീകരണത്തിന്, പരിപാലനത്തിന് ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന ആർക്കും അത് ലഭിക്കാം. പാസ്റ്റേഴ്സിന് ഇതെല്ലാം കിട്ടണമെന്നും ഇല്ല. അതുകൊണ്ട് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ദൈവസഭയിലെ ഓരോ അവയവങ്ങളാക്കി നമ്മെ വെച്ചിരിക്കുമ്പോൾ ആ ദൗത്യം, ആ ശുശ്രൂഷ നിവർത്തിക്കുന്ന വിശ്വസ്തർക്ക് ലഭിക്കുന്നതായിരിക്കും അവകൾ. അതുപോലെ നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി നിത്യതയിൽ ചെന്നിട്ടായിരിക്കും കിട്ടുന്നതെന്ന് പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതികവും ആത്മീയവുമായ വിഷയങ്ങൾ മറ്റുള്ളവരുടെയും നമ്മുടേതും പ്രാർത്ഥിക്കുമല്ലോ. അപ്പം ആത്മീയമായിട്ടുള്ള വിഷയങ്ങൾക്ക് മാത്രമല്ല അത് സാധ്യതയുള്ളൂ. നമ്മൾ ഭൗതിക വിഷയം, ഇപ്പൊ എന്റെ ഭൗതിക വിഷയത്തിന് ഞാൻ എന്റെ ജീവിതകാലത്ത് പ്രാർത്ഥിച്ചത് എനിക്ക് പിന്നെ നിത്യതയിൽ ആവശ്യമില്ലല്ലോ. അതൊന്ന് ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടിയും ആത്മീയ വിഷയങ്ങൾക്കും പ്രാർത്ഥിച്ചതിനായിരിക്കും നിത്യതയിൽ ചെലവ് മറുപടി ലഭിക്കുന്നത്, അല്ലേ? നിത്യതയിൽ എത്തുമ്പോൾ ലഭിക്കുന്നത് മറ്റുള്ളവരുടെയും ഭൗതിക വിഷയങ്ങൾക്കല്ല. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭൗതികത എന്നത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെയും പ്രസംഗത്തിന്റെയും ഇതിവൃത്തമാണ്, ബൈബിളിന്റെ ഇതിവൃത്തം അല്ല. നാം പ്രാർത്ഥിക്കേണ്ടത് ഭൗതികമായിട്ടുള്ളത് മത്തായി 6 നിന്ന് കണ്ടു കഴിഞ്ഞു, അന്നന്നത്തേക്കുള്ളത്. അതിനപ്പുറമുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി നോ എന്ന് തന്നെയാണ്. അതിന് നിത്യത വരെ ഒന്നും കാത്തിരിക്കേണ്ടതില്ല, നമുക്ക് ഉള്ളതായാലും മറ്റുള്ളവർക്കുള്ളതായാലും. നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇപ്പൊ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് രക്ഷിക്കപ്പെട്ട് കാണത്തില്ല, പക്ഷെ ഞാൻ പോയി കഴിഞ്ഞു പിന്നെ നിത്യതയിലായിരിക്കുമ്പോൾ അത് രക്ഷിക്കപ്പെടാൻ സാധ്യത. അങ്ങനെയൊക്കെയുള്ള വിഷയം നമ്മുടെ നിത്യത എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. നിത്യത എന്നുള്ളതാ. നമ്മൾ നിത്യതയിൽ മരിച്ച ശേഷം എന്നുള്ളതല്ല അവിടുത്തെ വിഷയം.
നമ്മൾ മരിച്ചതിന് ശേഷവും ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയെന്നിരിക്കും. അതിൽ പലതും നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക നന്മകളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാ? ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അപ്പം ഈ ഭൗതിക നന്മകൾ നമ്മൾ മരിച്ചതിന് ശേഷവും നമ്മുടെ തലമുറകൾക്ക് കിട്ടുന്നെങ്കിൽ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചതാണെന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ പ്രസംഗകരുടെ ഒരു പ്രസംഗശാസ്ത്രത്തിൽ പെടുന്ന സംഗതിയെന്നേ ഉള്ളൂ. അത് അല്പം വൈബ്രേഷനും കൂടെ ഒക്കെ ഇട്ട് പറയുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് ആത്മാവും വരും, കരച്ചിലും വരും. അതൊക്കെ ഇവിടം കൊണ്ട് തീരുന്ന ചില പ്രസംഗ മനഃശാസ്ത്രപരമായ സമീപനങ്ങളെന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഭൗതിക നന്മകളൊന്നും ഒരിക്കലും സ്വപ്നം പോലും കണ്ടതല്ല, ആഗ്രഹിച്ചിട്ടുള്ളതല്ല. പലരും പറയാറുണ്ട്, ഞാൻ ഇതുപോലെ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഐ ഹാവ് എ ഡ്രീം ടു ഡു ദിസ്, ടു ഹാവ് ദിസ്. അങ്ങനെ ഒരു സ്വപ്നവും ഇല്ലാത്തവരായിരുന്നു നമ്മിൽ പലരും. അങ്ങനെ സ്വപ്നമേ ഇല്ലാതിരുന്നത് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ തമ്പുരാൻ തന്നില്ലേ. അതുകൊണ്ട് ഭൗതിക വിഷയങ്ങളിൽ നിത്യതയിൽ എത്തിക്കഴിഞ്ഞിട്ട് കിട്ടുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അതങ്ങനെ അല്ല. അങ്ങനത്തെ പ്രസംഗങ്ങൾക്കും ചെവി കൊടുക്കരുത്. എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവീക വിഷയമായിട്ടുള്ളത്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, മർത്യൻ ഭൂമിയിൽ പ്രബലനാകരുതേ, ദൈവത്തിനെതിരായി ഉയർത്തുന്ന, തങ്ങളെ തന്നെ ഉയർത്തുന്ന എതിരാളികളുടെ മേൽ ദൈവമേ അങ്ങയുടെ കരങ്ങൾ വയ്ക്കണമേ എന്നൊക്കെയുള്ള ദൈവീക വിഷയങ്ങളിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് എല്ലാത്തിനുമൊന്നും മറുപടി ഇപ്പോൾ ലഭിക്കില്ല. അത് ലഭിക്കുന്നത് സഭയുടെയും കൂടെ എടുക്കപ്പെടലിന് ശേഷം ദൈവം ഭൂമിയെ ന്യായം വിധിക്കുമ്പോഴായിരിക്കും. ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ ഭരണകൂടത്തെയാണ് ന്യായം വിധിക്കുന്നതായി നാം ഇന്നലെ കണ്ടത്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതാ പറഞ്ഞത്. അതല്ലാതെ ഭൗതിക തലത്തിൽ ഇന്നത്തെ പ്രസംഗങ്ങളുടെയും നമ്മുടെ വൈകാരികമായ പ്രാർത്ഥനകളുടെയും ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞ നിത്യതയിലെത്തിയ ശേഷം ഉത്തരം എന്നുള്ള വിഷയത്തെ ചിന്തിക്കരുത്. മനസ്സിലായി. സ്തോത്രം. എങ്കിൽ ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ കാണുന്നു, ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് ചാടിപ്പോവുകയാണ് ഞാൻ. പിന്നീട് നമുക്ക് ഇന്നലെ നമ്മൾ വായിച്ച സിംഹാസനത്തിന് മുൻപിലെ ഇടിമുഴക്കത്തെയും ഇടിനാദത്തെയും കുറിച്ചൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ സിംഹാസനത്തെ കുറിച്ചാണ് കാണുന്നത്. ആ സിംഹാസനത്തിന്റെ അല്ലെ സിംഹാസനവുമായി ചേർന്ന് മറ്റൊരു പ്രധാന വിഷയം അവിടെ ഉള്ളത്, രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒന്ന്, അവിടെ കാണുന്ന 4 ജീവികൾ. രണ്ട്, നടുവിലിരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം. അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനം ഇവിടെ നാം കാണുന്നത് നടുക്ക, ഇൻ ദ മിഡിൽ, അറ്റ് ദ മിഡ്സ്റ്റ്, at the middle of the 24 thrones. എവിടെ നാം നോക്കിയാലും തിരുവെഴുത്തുകളിൽ ദൈവത്തിന്റെ സ്ഥാനം നടുക്ക. സ്തോത്രം. ആ നടുവിൽ എന്നതിൻ്റെ അർത്ഥം കേന്ദ്രസ്ഥാനമെന്നാണ് പ്രധാനമായും. നടുവിൽ എന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം
at the central point, the very nucleus, the very significant, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന ഒരർത്ഥം അവിടെയുണ്ട് നടുവിൽ എന്നതിന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. എവിടെ നാം നോക്കിയാലും നമുക്ക് ദൈവത്തെ അങ്ങനെയാണ് കാണാൻ സാധിക്കുക, നടുവിൽ. അതിൻ്റെ ഒരു പ്രധാന ചിത്രം സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിലുണ്ട്. God is everywhere at the very center of his people, the very middle. That means the significance of the very presence of God. സ്തോത്രം. ദൈവത്തിൻ്റെ ഏറ്റവും കേന്ദ്രസ്ഥാനത്തെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എവിടെയും അത് കാട്ടുന്നു. ദൈവത്തിൻ്റെ സ്ഥാനം നടുക്ക്. അതിൻ്റെ വളരെ നല്ല ചിത്രമാണ് നാം നമ്പേഴ്സ് ചാപ്റ്റർ 2 സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ നമുക്കറിയാം, a display of the camp of Israel during their wilderness journey. തങ്ങളുടെ മരുഭൂയാത്രാ മധ്യേ ഇസ്രായേലിയ പാളയ വിന്യാസമാണ് അവിടെ നമ്മൾ കാണുന്നത്. എങ്ങനെയായിരുന്നു അവരുടെ പാളയം? അത് പാളയം അടിച്ചിരിക്കുമ്പോഴും പാളയം പുറപ്പെടുമ്പോഴും. സ്തോത്രം. ഈ 2 സന്ദർഭങ്ങളിലും ഉള്ള ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇസ്രായേലിൽ ഗോത്രങ്ങൾ 12. 13 എന്ന് പറഞ്ഞാൽ വിരോധിക്കത്തില്ലല്ലോ. പണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ. 12 ഗോത്രങ്ങളെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ബൈബിളും 12 എന്ന് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ എണ്ണി നോക്കിയാൽ 13 ഉണ്ട് താനും. അത് ജോസഫിന്റെ മക്കളെ 2. അതെ, അത് തന്നെ. യാക്കോബിന്റെ 12 മക്കൾ. അതിൽ ഒരാള് കളഞ്ഞുപോയി, യോസേഫ് പോയി. പിന്നെ 12 - 1 11 ഉള്ളൂ. എന്നാൽ പിന്നീട് യോസഫിനെ കണ്ടുകിട്ടുന്നു. കണ്ടുകിട്ടിയപ്പോൾ യാക്കോബ് യോസേഫിന് ഡബിൾ പോർഷൻ കൊടുക്കുന്നു, ഇരട്ടി പങ്ക് കൊടുക്കുന്നു. അപ്പോൾ 12 - 1 11 + 2 13. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഡബിൾ പോർഷൻ കൊടുക്കാനുള്ള കാരണം കൂടെ പറയാമോ? സാധാരണ മൂത്ത മകനാ. അതെ. ഉൽപ്പത്തി 49-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, യാക്കോബിന്റെ മൂത്ത മകനായിരുന്നു രൂബേൻ. പക്ഷേ രൂബേൻ പാപം ചെയ്ത്
അപ്പന്റെ ശാപം വാങ്ങിക്കെട്ടി. അതുകൊണ്ട് രൂബേന്റെ ജ്യേഷ്ഠാവകാശം അപ്പന്റെ ശാപത്തിൽ മാറ്റി. പകരം അപ്പന്റെ അനുഗ്രഹം വിശേഷാൽ ലഭിച്ച യോസെഫിന് രൂബേന്റെ ജ്യേഷ്ഠാവകാശം കിട്ടി. അങ്ങനെ യോസെഫിന് പകരം, യോസെഫ് എന്ന ഒരുത്തന് പകരം യോസെഫിന്റെ 2 മക്കൾക്കായിട്ട് ഗോത്രാവകാശം ലഭിച്ചു. മനസ്സിലായില്ല? Reuben was the firstborn, but he committed some crime that also against his father. He abominated the bed of his father, and therefore Jacob cursed his firstborn Reuben. Therefore he lost his birthright. Instead, his father blessed Joseph, and therefore he got a double portion. One of the blessings of the oldest son, or the birthright, one of the birthrights is a right for a double portion. When the father makes partition of his property. ജ്യേഷ്ഠാവകാശത്തിന്റെ പല അവകാശങ്ങളുണ്ട്. അതിൽ ഒരവകാശം അപ്പന്റെ സ്വത്തിന്മേലുള്ള ഇരട്ടി പങ്കിന്റെ അവകാശമാണ്. ഇരട്ടി പങ്ക്. അത് ഇവിടെ ഈ സൗദിയിലും അങ്ങനെ തന്നെ. ഇത് പാശ്ചാത്യരുടെ ഒരു രീതിയായിരുന്നു. സോറി, പാശ്ചാത്യരുടെ അല്ല, പൗരസ്ത്യരുടെ മിഡിൽ ഈസ്റ്റുകാരുടെ ഒരു സംസ്കാരമായിരുന്നു അത്. മൂത്ത മകനാണ് ഇരട്ടി പങ്ക്. അപ്പന്റെ പകരക്കാരനാണ് മൂത്ത മകൻ. അപ്പന്റെ പകരക്കാരനാണ്. അപ്പം അങ്ങനെ എല്ലാറ്റിലും മറ്റു മക്കൾക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി പങ്ക് മൂത്ത മകന് ലഭിക്കും. അതുകൊണ്ടാണ് യാക്കോബ് പായസം കൊടുത്തിട്ട് ഏശാവിനോട് പറഞ്ഞത്, നിന്റെ ബർത്ത് റൈറ്റ്, ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നേക്കാൻ. അത് വെച്ച് ജ്യേഷ്ഠാവകാശം ഏശാവ് വിറ്റതുകൊണ്ട് അപ്പന്റെ അനുഗ്രഹത്തിന് അവകാശി യാക്കോബ് തന്നെയായിരുന്നു. ഓക്കെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ ഇസ്രായേലിൽ അങ്ങനെ വരുമ്പോൾ 12 + 1 13 ഗോത്രങ്ങളുണ്ട്. പക്ഷെ എണ്ണുന്നിടത്തെല്ലാം 12 ഉള്ളൂ. അതിന് കാരണം ലേവ്യ ഗോത്രത്തെ ഈ കൂട്ടത്തിൽ എണ്ണാറില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ 2-ാമത്തെ അധ്യായം സംഖ്യാപുസ്തകത്തിലും അത് തന്നെയാണ് കാണുന്നത്. 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങളെ 3 ആയിട്ട് 4 ഭാഗമായിട്ട് തിരിച്ചു. എല്ലാം നാം അവിടെ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ് അതിന്റെ വിവരണം. ഞാൻ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിൽ അവരുടെ പാളയത്തിന്റെ വിന്യാസത്തിന്റെ ചിത്രീകരണമാണ് അവിടെ നടത്തുന്നത്. എങ്ങനെയായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു യഹൂദ പാളയം. അവിടുത്തെ ലീഡർ യഹൂദയായിരുന്നു. 10-ാമത്തെ വാക്യത്തിൽ രൂബേന്റെ നേതൃത്വത്തിലുള്ള 3 ഗോത്രങ്ങൾ തെക്കുഭാഗത്ത്, ടു ദ സൗത്ത്,
അപ്പോൾ 3-ാം വാക്യത്തിൽ കിഴക്കു ഭാഗത്ത്, 10-ാം വാക്യത്തിൽ തെക്കു ഭാഗത്ത്, 18-ാമത്തെ വാക്യത്തിൽ പടിഞ്ഞാറു ഭാഗത്ത് എഫ്രൈമിന്റെ ലീഡർഷിപ്പിൽ 3 ഗോത്രങ്ങൾ, 25-ാമത്തെ വാക്യത്തിൽ വടക്കു ഭാഗത്ത്, അപ്പം കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും 4 ദിശകളിലായിട്ട് 3 ഗോത്രങ്ങൾ വീതം, 3 ഗോത്രങ്ങൾ വീതം. അപ്പൊ 3, 4, 12 ഗോത്രങ്ങളായി. ഇനി അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. വേഴ്സ് 17. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവ്യരുടെ പാളയമായി യാത്ര ചെയ്യണം. അവർ പാളയം ഇറങ്ങുന്നത് പോലെ തന്നെ താങ്കളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടണം. കണ്ടോ? 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഈ 4 ദിക്കുകളിലും 3 ഗോത്രങ്ങൾ വീതം, പക്ഷേ നടുവിൽ സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തോടു കൂടെ നടുവിൽ പാളയം ഇറങ്ങേണ്ട, നടുവിൽ യാത്ര ചെയ്യേണ്ട ഗോത്രമാണ് ലേവ്യ ഗോത്രം. അപ്പോൾ ചുറ്റിനും 12 ഗോത്രങ്ങൾ, നടുക്ക് ലേവ്യ ഗോത്രം ഉൾപ്പെടെ 13 ഗോത്രങ്ങളെ നമുക്ക് കാണാം. ചിലയിടത്ത് എഫ്രൈം എന്നും മനശ്ശെ എന്നും 2ആയിട്ട് പറയാതെ യോസേഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെല്ലാം യോസേഫ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ എഫ്രൈം ഗോത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എഫ്രൈം ഗോത്രത്തെ. ഓക്കെ, അതും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ദൈവസിംഹാസനം, അല്ലെ ദൈവത്തിന്റെ സ്ഥാനം നടുക്ക്. ഇവിടെ ഇസ്രായേൽ ഗോത്രങ്ങളോട് കൂടെ, അല്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ മരുഭൂ യാത്രയിൽ ദൈവത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു? പാളയത്തിന്റെ നടുവിൽ. പാളയത്തിന്റെ നടുവിൽ. സ്തോത്രം. ഇവിടെ നമ്മൾ കണ്ടു, സമാഗമന കൂടാരത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം. സമാഗമന കൂടാരത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായി പലതും അവർക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം അവരോട് കൂടെ വസിക്കുമായിരുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് ഈ സമാഗമന കൂടാരം. അതിലും സമാഗമന കൂടാരത്തിൽ ദ ആർക്ക് ഓഫ് ദ കവനന്റ്, നിയമപ്പെട്ടകം. ആ നിയമപ്പെട്ടകമാണ് ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായിരിക്കുന്നത്. സ്തോത്രം. ആ നിയമപ്പെട്ടകമാണ് സമാഗമന കൂടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. സ്തോത്രം. ഉപകരണം. The most important, the very significant instrument in the tent of meeting or in this tabernacle was the Ark of the Covenant, which was the representation of the very presence of God. സ്തോത്രം. ആ പെട്ടകം സഞ്ചരിച്ചിരുന്നത് നടുവില. ലേവ്യരാണത് ചുമക്കുമായിരുന്നത്. ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ലായിരുന്നു. അക്കാര്യം നമുക്കറിയാമല്ലോ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സ്ഥാനം എല്ലായ്പ്പോഴും എവിടെയായിരുന്നു? നടുവിൽ. പ്രത്യേകിച്ച് ഇസ്രായേൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവരോട് കൂടെ അവരുടെ നടുവിൽ. സ്തോത്രം. ഇതേ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം കൂടെ വായിച്ചുള്ളൂ. നമ്പേഴ്സ് 23:21. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. സ്തോത്രം.
ദൈവം അവരോട് കൂടെ, അവരുടെ മധ്യേ. അപ്പോൾ നമുക്കിപ്പോ ഒരു ചിത്രം കിട്ടിക്കാണുമല്ലോ. ഏറ്റവും മുൻപിൽ യഹൂദ യുദ്ധം ചെയ്യുന്ന ഗോത്രമാണ്. അവര് മുൻപിൽ പോകുന്നു. ഇങ്ങനെ ഒരു പാളയ വിന്യാസം, ദൈവം അവരുടെ നടുവിൽ. സ്തോത്രം. എവിടെ നോക്കിയാലും നമുക്കിങ്ങനെയാണ് വേദപുസ്തകത്തിൽ ദൈവസിംഹാസനത്തെ കാണുവാൻ കഴിയുന്നത്, ദൈവ സാന്നിധ്യത്തെ കാണുവാൻ കഴിയുന്നത്. ഈ വെളിപ്പാടിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. സ്തോത്രം. എവിടെ നോക്കിയാലും നടുവിൽ, കാലത്തിനും കാലത്തിനും നടുവിൽ, യുഗത്തെ 2ആയി തിരിച്ചിട്ട് BC എന്നും AD എന്നും നടുവിൽ യുഗപുരുഷനായി ക്രിസ്തു നിൽക്കുന്നു. ക്രൂശിക്കപ്പെടുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും നടുവേ, ഇരു കള്ളന്മാരുടെ നടുവിൽ എന്ന് വേണ്ട, എവിടെ നോക്കിയാലും നമുക്ക് കർത്താവിനെ നടുക്കാണ് കാണുവാൻ കഴിയുക. അതിൽ ചില സ്ഥലങ്ങളിൽ നടുക്ക് ഒരു സ്ഥലമായി, ഒരു സ്ഥാനമായി നമുക്കതിനെ കാണാം. എന്നാൽ അതിൻ്റെ മറ്റൊരർത്ഥത്തിലാണ് പറഞ്ഞത്, ഏറ്റവും പ്രധാനിയാണ് താൻ എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർത്തങ്ങ് നമുക്ക് പറയാം. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഈ 12 ഗോത്രങ്ങൾ അതിനെ 4ആയിട്ട് തിരിച്ചു. 4ആയിട്ട് തിരിച്ചപ്പോൾ 3-3 പെട്ടകത്തിന്റെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിന്റെ 4 ഭാഗത്തും. ഇവരെ യാത്ര ചെയ്യുമ്പോൾ ഈ 4 ഭാഗത്തും നിൽക്കുന്ന ഗോത്രങ്ങൾക്ക് ഓരോ കൊടിയുണ്ട്, ഓരോ ബാനറുണ്ട്. ആ കൊടിക്ക് ഓരോ അടയാളങ്ങളുമുണ്ട്. സ്തോത്രം. അപ്പം ആ കൊടിയുടെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന 4 ജീവികളുടെ രൂപങ്ങൾ. വെളിപ്പാട് 4-ാം അധ്യായത്തിൽ നടുവിലെ സിംഹാസനം, അതിൻ്റെ ഒരു ചിത്രം നമുക്ക് സംഖ്യാപുസ്തകം 2-ൽ നിന്ന് കിട്ടി. അതോടൊപ്പം ദൈവസിംഹാസനത്തിന്റെ അരികെ 4 ജീവികൾ, 4 ക്രീച്ചേഴ്സ്. ആ ജീവികൾക്ക് 4 മുഖങ്ങൾ, 4 മുഖങ്ങൾ. ആ 4 മുഖങ്ങളും ഇസ്രായേൽ ഗോത്രങ്ങളുടെ 4 ഭാഗത്തെ വിന്യാസങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന കൊടിയടയാളങ്ങളാണ്. So these 4 faces of these 4 creatures were the 4 flags or banners they were holding while they were in the wilderness journey as per Numbers chapter 2. So they had a banner with a sign or with an emblem of these 4 creatures, to whom these 4 creatures in Revelation chapter 4 resemble. വെളിപ്പാട് 4-ാം അധ്യായത്തിലെ 4 ജീവികൾ അവയ്ക്ക് 4 പ്രത്യേക
രൂപങ്ങളായിരുന്നു. ആ രൂപങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കൊടിയടയാളങ്ങളായിരുന്നു. സംഖ്യ 2-ാം അധ്യായത്തിൽ നാം കണ്ടതുപോലെ ഇസ്രായേലിന്റെ കൊടിയടയാളങ്ങൾ. അതിൽ യഹൂദയുടെ നേതൃത്വത്തിൽ നാം ഏറ്റവും ഒന്നാമത് കാണുന്നുണ്ട് കിഴക്ക്, ഈസ്റ്റിൽ ലയൺ, സിംഹമുഖം. സൗത്തിൽ രൂബേന്റെ നേതൃത്വത്തിൽ മനുഷ്യമുഖം. വെസ്റ്റ്, പടിഞ്ഞാറ് കാളമുഖം. വടക്ക് നോർത്തിൽ ഈഗിൾ, കഴുകന്റെ മുഖം. ഇങ്ങനെയുള്ള കൊടിയാടയാളങ്ങളോടുകൂടെയായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. അതിനോട് രൂപസാദൃശ്യമുള്ള 4 ജീവികളെയാണ് യോഹന്നാൻ ഇവിടെ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ ദൈവസിംഹാസനത്തോടൊപ്പം കാണുന്നത്. ഏതാണ്ട് ഇതിന് സമാനമായ ചിത്രം നമുക്ക് കാണാൻ യെഹെസ്കേലിലും കഴിയുന്നുണ്ട്. In Ezekiel also we see 4 creatures. Okay, some creatures. Ezekiel chapter 1 verses 1 to 28. യെഹെസ്കേൽ 1-ാം അധ്യായം 1 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ. Also chapter 10 verses 1 to 22. 10-ാം അധ്യായം 1 തൊട്ട് 22 വരെയും ഉള്ള വാക്യങ്ങൾ. ഇവിടങ്ങളിൽ നമുക്ക് ഏകദേശം ഇതിനോട് സമമായ ജീവികളെ കാണാം. എന്നാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 1-2 വ്യത്യാസങ്ങൾ. In Ezekiel, these creatures are moving. യെഹെസ്കേലിലെ ഈ പ്രാണികൾ അല്ലെങ്കിൽ ഈ ജീവികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ ഈ ജീവികൾ സഞ്ചരിക്കുന്നില്ല. They are stationed. മറ്റൊരു വ്യത്യാസം, യെഹെസ്കേലിലെ 4 ജീവികൾക്ക് ഓരോന്നിനും എത്ര മുഖങ്ങൾ വീതമുണ്ട്? ഓരോന്നിനും 4 മുഖങ്ങൾ വീതമുണ്ട്. പക്ഷേ വെളിപ്പാടിൽ യോഹന്നാൻ കാണുന്നതിന് 4 ജീവികൾക്കും ഓരോരോ മുഖങ്ങളായിട്ടേ കാണിക്കുന്നുള്ളൂ. മുഖങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ രണ്ടിടത്തും തുല്യമാണ്. സിംഹത്തിന്റെയും കാളയുടെയും മനുഷ്യന്റെയും കഴുകിന്റെയും രൂപങ്ങളാണ് രണ്ടിടത്തും. പക്ഷേ വ്യത്യാസം, യെഹെസ്കേലിൽ കാണുന്ന ഓരോ ജീവിക്കും 4 മുഖങ്ങൾ വീതമുണ്ട്. എന്നാൽ യോഹന്നാൻ കാണുന്ന ജീവികൾക്ക് 4 മുഖങ്ങൾ ഉള്ളതായിട്ട് പറയുന്നില്ല. ഓരോ ജീവിക്കും 4 മുഖങ്ങൾ ഉള്ളതായി പറയുന്നില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. മൂന്നാമതൊരു വ്യത്യാസം, യെഹെസ്കേലിലെ ജീവികൾക്ക് 4 ചിറക് ആണ് പറയുന്നത്. എന്നാൽ ഇവിടെ 6 ചിറകുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ബാക്കിയുള്ളതൊക്കെ സമമാണ്. ഈ 4 ജീവികളുടെ ഈ 4 മുഖങ്ങൾ, അതിന് യെഹെസ്കേലിലുള്ള ഓരോ ജീവിക്കും ഉള്ള 4 മുഖങ്ങളായാലും
വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 4 ജീവികളുടെ 4 മുഖങ്ങളായാലും ഈ പറഞ്ഞ 4 രൂപങ്ങൾ തന്നെയാണ്. അത് മറ്റൊരു കാര്യത്തോടും കൂടെ സമമായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആളത്വത്തോടും യേശുക്രിസ്തുവിന്റെ പദവികളോടും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളോടും ഒക്കുന്ന കാര്യങ്ങളും കൂടെയാണിവ. These അതല്ലേ 4 4 things. സുവിശേഷങ്ങളിലും പറയുന്നത്. അതെ, അതെ. So these 4 faces of these 4 creatures, whether as per Ezekiel, each creature had 4 faces, but in Revelation chapter 4, every creature was with one of these faces. Anyhow, these 4 faces resemble the ministry, the person, the offices, and the position of Jesus Christ. That also is very evident from the 4 gospel books. നമുക്ക് 4 സുവിശേഷ ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും ആളത്വവും പദവിയും ഈ 4 കാര്യങ്ങളോട് ഒക്കുന്നതാണ്. നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിലും ഒന്നും കൂടെ ആവർത്തിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ എന്തായിട്ടാ ചിത്രീകരിക്കുന്നത്? അല്ലെങ്കിൽ ആരായിട്ടാണ്? രാജാവായിട്ട്, യഹൂദന്മാരുടെ രാജാവായിട്ട്. രാജാവിനെ പ്രതിനിധാനം ചെയ്യുന്ന രൂപമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ വെളിപ്പെടുത്തുന്ന രൂപമാണ് സിംഹം. സിംഹത്തിന്റെ രൂപം. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ രൂപം ദാസനായിട്ട്. ദാസനെ പ്രതിനിധാനം ചെയ്യുന്ന രൂപമാണ് ഓക്സ്, കാളയുടേത്. വണ്ടി വലിക്കുന്ന, നുകം വലിക്കുന്ന കാള. അതുകൊണ്ട് കാള ദാസന്റെ പ്രതീകമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു മനുഷ്യപുത്രനാണ്. യേശുവിന്റെ മനുഷ്യത്വത്തെയാണ് മാനുഷമുഖം കൊണ്ട് ചിത്രീകരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ദൈവപുത്രൻ, ദൈവപുത്രൻ, ദൈവത്വം. കഴുകൻ, ഈഗിൾ യേശുവിന്റെ ദൈവത്വത്തിന്റെ പ്രതീകമാണ്. ഇങ്ങനെ 4 ജീവികൾ, അവയുടെ 4 മുഖങ്ങൾ, 4 സുവിശേഷ പുസ്തകങ്ങൾ, യേശുക്രിസ്തുവിന്റെ 4 ഓഫീസസ് അല്ലെങ്കിൽ മിനിസ്ട്രി, ശുശ്രൂഷകൾ. ഇസ്രായേൽ യാത്ര ചെയ്യുമ്പോൾ 4 ഭാഗങ്ങളായി തിരിഞ്ഞിരുന്ന ഗോത്രങ്ങളുടെ കൊടിയടയാളങ്ങൾ. ഇവയെല്ലാം പ്രധാനമായും എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നു? ക്രിസ്തുവിലേക്ക്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സ്ഥാനം എവിടെയും ഒത്ത നടുവിൽ. നമ്മുടെയും ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം നമ്മുടെ ദൈവത്തിനാകട്ടെ. നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ദൈവമാകട്ടെ.
എന്തിൻ്റെയും ഒരു കേന്ദ്ര ബിന്ദുവുണ്ട്. അവിടെ നിന്നാണല്ലോ മറ്റെല്ലാം തുടങ്ങുന്നത്. ഒരു ബിൽഡിങ്ങിനാണെങ്കിൽ ഒരു വൃത്തം വരച്ചിട്ട് അതിനെ നടുക്കൊന്നും കൊണ്ട് വെക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഏറ്റവും ആദ്യം ഇടുന്ന മൂലക്കല്ല് ചീഫ് കോർണർ സ്റ്റോൺ എന്ന് വിളിക്കുന്നു. നമ്മുടെയും ജീവിതത്തിന്റെ ഏറ്റവും തുടക്കം, സകലത്തിന്റെയും ആധാരം ദൈവം തന്നെയാകട്ടെ. യേശുക്രിസ്തുവിനെ തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. വിശ്വാസത്തിന്റെ നായകൻ, the very source of our faith. സ്തോത്രം. He is the very source of everything. നാം അതാണ് ഈ ഒരു സ്വർഗീയ ദർശനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്, കാണുന്നത്. നമ്മുടെ സകലത്തിൻ്റെയും ആധാരമായി, കേന്ദ്ര ബിന്ദുവായി നമ്മുടെ ദൈവം ഇരിക്കട്ടെ. സ്തോത്രം. നമ്മോട് ഒപ്പം, നമ്മുടെ നടുവിൽ നമ്മുടെ കർത്താവ് യാത്ര ചെയ്യുന്നെങ്കിൽ, സ്തോത്രം, നമ്മുടെ മധ്യയെ അവൻ വസിക്കുന്നെങ്കിൽ അത് മതിയല്ലോ നമുക്ക്. സ്തോത്രം. നിത്യതയിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നടുവിൽ വസിക്കുന്ന നമ്മുടെ ദൈവമാണല്ലോ. സ്തോത്രം. നമുക്ക് വായിച്ചു നിർത്താം. വെളിപ്പാട് 21:3, 21:3. സിംഹാസനത്തിൽ നിന്നും ഒരു ശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. 21-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലും 20-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലും ഒക്കെ നാം കാണുന്നു, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം, അതിൻ്റെ നടുവിൽ നാം ആ കർത്താവിന്റെ ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കും. സ്തോത്രം. നാം ആ കർത്താവിന്റെ ചുറ്റും കൂടിയിരിക്കുമ്പോൾ നമ്മൾ ആരും കർത്താവിന്റെ പുറകുവശത്തായിരിക്കത്തില്ല. കാരണം നമുക്കേ ഉള്ളൂ മുമ്പും പുറകും ഒക്കെ. ഇപ്പോൾ ചെറിയ സംശയം തോന്നും, മോശയ്ക്ക് പുറം കാണിച്ചു കൊടുത്തെന്ന് പറയുന്നല്ലോ. സ്തോത്രം. കർത്താവിന്റെ തേജസ്സിനെ ജഡത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യന് കാണാവുന്നതിന്റെ പരമാവധിയിൽ ചുരുക്കി കാണിച്ചുവെന്നേ ഉള്ളതിന്റെ അർത്ഥം. സ്തോത്രം. ഇവിടെ ഈ 4 ജീവികളുടെ തന്നെ പ്രത്യേകത കണ്ടോ? അകത്തും പുറത്തും മുഴുവനും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഈ 4 ജീവികൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. കെരൂബുകളെ പോലെ, സാറാഫുകളെ പോലെയുള്ള ഒരു സ്വർഗീയ ജീവിയാണത്. ഈ സ്വർഗീയ ജീവികൾക്കകത്തും പുറത്തും ഒക്കെ കണ്ണാണെങ്കിൽ സ്രഷ്ടാവായ ദൈവത്തിന് അങ്ങനെ ഒരാളിനെ കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ടതില്ല. നാം ഏത് ഭാഗത്ത് നിന്നായാലും 4 വശത്ത് എവിടെ നാം നിന്നാലും നമുക്ക് ദൈവത്തെ മുഖാമുഖമായി കാണാം. സ്തോത്രം. We will see him face to face. Whether we are at the east or west, south or north, no issues. So the saints will be encircling the throne of God when we reach in heaven. ദൈവം നമ്മുടെ നടുവിൽ വസിക്കും.
യെഹെസ്കേലിലെ സിംഹാസനം സഞ്ചരിക്കുന്നതായിരുന്നു. പക്ഷേ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ട സിംഹാസനം സഞ്ചാരമൊക്കെ നിന്നതാണ്, സ്വർഗത്തിൽ സ്റ്റേഷൻഡ്, സ്വർഗത്തിൽ സ്ഥിരം ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജീവികളെയും നാം സഞ്ചരിക്കുന്നതായി കാണാത്തത്. അതെ, ഇനി ഒരിക്കലും മാറിപ്പോകാത്ത ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിത്യകാലം കർത്താവിനോട് കൂടെ വസിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നാം, അതിന് നിയോഗിക്കപ്പെട്ടവരാണ് നാം. ആ വലിയ പ്രത്യാശയോടെ നമ്മെ തന്നെ വിശുദ്ധിയിൽ കാത്ത് ഇന്ന് രാത്രിയിലാകുന്നു ആ വാസത്തിന് തുടക്കമെങ്കിൽ, ഇന്നാകുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുന്നതെങ്കിൽ, നാളെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നേരിട്ട് കർത്താവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് സഭായോഗം കൂടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.